കോരിച്ചെറിയുന്ന മഴയത്ത് നമ്മളിതേ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നേരെ മാങ്കുളത്തേക്ക് ഒരു യാത്ര നടത്തുകയാണ്. ഒരു പക്ഷേ മൂന്നാർ വരുന്നവർ പലരും മിസ് ചെയ്യുന്ന ഒരു റൂട്ടാണിത്. ഇതുവരെ ഈ ഒരു റൂട്ടിൽ ഞാൻ മഴക്കാലത്ത് പോയിട്ടില്ല. പക്ഷേ ഇത്തവണ മഴക്കാലത്തൊന്ന് പോയി. എൻ്റെ മക്കളെയോ, അടിപൊളി ക്ലൈമറ്റ് ആണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ ആണ് മാങ്കുളത്തേക്ക് ഉള്ളത്. നമ്മൾ എല്ലാ വ്യൂ പോയിന്റിലും നിർത്തി നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിലും 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് മാങ്കുളത്തേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ലക്ഷ്മി എസ്റ്റേറ്റിലുള്ള ഒരു സ്കൂളാണ് ആ കാണുന്നത്. നമ്മൾ അടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരെ മാറി നിന്ന് ഈ ഒരു വിഷ്വൽസ് ഒക്കെ പകർത്തി വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ ടോപ്പ് സ്റ്റേഷൻ പിടിക്കുമ്പോൾ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരുമ്പോഴുള്ള തേയിലത്തോട്ടങ്ങളാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടി എന്തൊരു ഭംഗിയാണെന്ന് അറിയും കാണാൻ. ഈ വഴി വന്നവര് പിന്നീടും ഈ വഴി വരാനായിട്ട് ആഗ്രഹിക്കും. അത്രയും അടിപൊളിയാണ്. പണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ റോഡുകളൊന്നും അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടുക്കും ചിട്ടയും, ഇതേ നോക്കിയേ എന്തൊരു ഭംഗിയിൽ ഇങ്ങനെ എന്താ പറയുക വെട്ടി നിർത്തി കേക്കിന്റെ കഷ്ണൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ വെട്ടി നിർത്തിയേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു വഴി വന്നപ്പോഴും അന്ന് മഴക്കാലമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ വഴി വന്നപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു. ദേ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ചെറിയ പൊടി മഴയുമുണ്ട്. ആലുവയിൽ നിന്ന് തുടങ്ങി നമ്മൾ നേരെ മാമലക്കണ്ടം വഴി വട്ടവട പിടിച്ചു. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ വഴി വരുന്നത്. അതായത് നമ്മൾ മൂന്നാറിൽ നിന്ന് മാങ്കുളം ആനക്കുളത്തേക്ക് പോയി ആനക്കുളത്ത് സ്റ്റേ ചെയ്യും. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനാണ്. 2 ദിവസത്തെ ട്രിപ്പ്. അതെന്തായാലും മുതലായി. ഈ ഒരു വീഡിയോ കണ്ടാലൊന്നും നമുക്കിതിന്റെ എക്സ്പീരിയൻസ് യഥാർത്ഥത്തിൽ അറിയാനായിട്ട് പറ്റില്ല. ഒരു രക്ഷയില്ല, മൊത്തം കോടായി ഗൈസ്. എല്ലായിടത്തും കോട വന്നപ്പോൾ ഇതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. തേയിലത്തോട്ടം അമ്മൊരു കോട. അങ്ങോട്ട് നോക്കിയാലേ അറിയുള്ളൂ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് മൊത്തം കോടയാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടത് ഞാൻ ആ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് അതേ സമയത്ത് ഡബ് ചെയ്ത, അല്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത ഫൂട്ടേജിലെ വോയിസ് ആണ്. എത്രത്തോളം ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. സാധാരണ നമ്മൾ മൂന്നാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ അടിമാലി ആ വഴിയാണല്ലോ പോവാറ്. പക്ഷേ ഈ ഒരു റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനക്കുളവും കാര്യങ്ങളൊക്കെ കണ്ട് അടിമാലി ടച്ച് ചെയ്യാൻ തന്നെ കോതമംഗലത്തേക്ക് കയറാനായിട്ട് പറ്റും. മാത്രമല്ല വേറെയും ഗുണങ്ങൾ ഒരുപാടുണ്ട്. അടിപൊളി കാഴ്ചകൾ കാണാം. സാധാരണ ആ റൂട്ട് പോകുമ്പോൾ വണ്ടികളുടെ തിരക്കും ഹോണടിയും ഒരു സ്വസ്ഥതയും സൗകര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ റൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇട ദിവസങ്ങളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്തപ്പോൾ ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാനായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ കാഴ്ചകളൊക്കെ എന്തായാലും വെറുത്തല്ലേ. നിങ്ങളൊന്ന് നോക്കിയേ. നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ക്യാമറയുടെ ലെൻസ് ഇടയ്ക്കിടയ്ക്ക് തുടച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അഷ്കർ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. പോകുന്ന വഴിയിൽ തേയില നുള്ളിക്കൊണ്ടു പോകുന്ന ആ ഒരു ലോറിയും അതിന്റെ തൊഴിലാളികളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നല്ല മഴയായിട്ട് കൂടി അവർ ഇപ്പോഴും പണിയിലാണ്. ഈ വഴി പോകുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്ത് മടുക്കില്ല. അത്രയധികം ഓരോ വളവ് തിരിയുമ്പോഴും ഓരോ കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കോട പോകുന്ന പോക്ക് നോക്കിയേ. ഞങ്ങൾ ഈ പോകുന്ന ദിവസം ഈ റൂട്ട് അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ജീപ്പോ ഓട്ടോറിക്ഷയോ മറ്റോ പോയാലായി. വല്ലപ്പോഴൊക്കെയാണ് കാർ ഇതുവഴി പോകുന്നത് ഞങ്ങൾ കണ്ടത്. അന്ന് ഒരു ഇട ദിവസമായിരുന്നു, അതുകൊണ്ടാവണം. ഏകദേശം ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്ന് നോക്കിയേ. ഇനി നേരെ ആനക്കുളത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. ആനകളെ കാണാനായിട്ട് പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ വഴി എന്തായാലും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവഴി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിമാലി ആ ഒരു വഴിയിൽ നിന്ന് നേരെ ആനക്കുളം കയറാനുള്ള പ്ലാൻ ആയിരുന്നു. ഇങ്ങോട്ടേക്ക് എങ്ങനെയാ കടക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടിമാലിയിൽ നിന്നാണ് വരികയെന്ന് വിചാരിച്ചോ. മൂന്നാറുള്ള KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ നേരെ അങ്ങോട്ട് കയറിക്കോളുക. നമ്മുടെ ഈ ഒരു യാത്രയിൽ മഴയുണ്ട്, മഞ്ഞുണ്ട്, കോടയുണ്ട്. എന്താല്ലേ. പോകുന്ന വഴിയിൽ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളുടെ ലയങ്ങള്, അവരുടെ വീടുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാറിന്റെ ആ ഒരു ഒച്ചപ്പാടിൽ നിന്നും ട്രാഫിക്കിൽ നിന്നൊക്കെ മാറിയിട്ട് എത്രത്തോളം സമാധാനമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, അതായത് മൂന്നാറിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ മുറിച്ച് കളയുന്നതായിട്ടും അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോഴാണ് അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ ഈ ഒരു ചെടികൾക്ക്, തേയിലച്ചെടി ഉണ്ടല്ലോ, ഏകദേശം 5 വർഷമാണ് അത്ര ആയുസ്. അതിനുശേഷം അവരത് എടുത്ത് കളയുന്നു, പിന്നീട് വീണ്ടും നട്ടുപിടിപ്പിക്കും. അങ്ങനെയാണ് അത്ര പതിവ്. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് 2 ദിവസത്തെ ട്രിപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ആലുവയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ പെരുമ്പാവൂര്, കോതമംഗലം, കുട്ടമ്പുഴ. വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുട്ടമ്പുഴയിൽ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് പൂയംകുട്ടി, അതായത് നമ്മുടെ പുലിമുരുകനിൽ ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അവിടെയുള്ള ചപ്പാത്ത്, പിന്നെ ആനക്കയം, അതൊക്കെ കണ്ടിട്ട് വീണ്ടും കുട്ടമ്പുഴയിലേക്ക് വരിക. ഇതൊക്കെ ഏകദേശം ഒരു 5-6-7 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ അവിടുന്ന്.
അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് നേരെ മാമലക്കണ്ടം പിടിക്കുക. പിന്നെ മാമലക്കണ്ടത്തിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഫോറസ്റ്റ് റൂട്ടാണ്, ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വരിക. എന്നിട്ട് ഒരു ഏകദേശം 1 മണി 1:15 കൂടിയിട്ട് നമ്മൾ മൂന്നാറേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നീട് നേരെ വട്ടവട പിടിക്കാം. വട്ടവടയ്ക്ക് പോകുന്ന വഴിയിൽ, അതായത് പോകുന്ന വഴിയിൽ ഒരുപാട് വ്യൂ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, അങ്ങനെയുള്ള പല കാഴ്ചകളുണ്ടായിരിക്കും. പക്ഷെ കൂടുതൽ സമയം നമ്മൾ അവിടെ ഒന്നും ചെലവഴിക്കാതെ ഏകദേശം 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചെലവഴിച്ചതിന് ശേഷം നേരെ വട്ടവട ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള വട്ടവട ചെക്ക് പോസ്റ്റിലേക്ക് എത്തുക. ചെക്ക് പോസ്റ്റിൽ 6 മണി വരെയാണ് ടൈം ഉള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടത്തി വിടില്ല. അപ്പോൾ 6 മണി എന്നുള്ള ഒരു ടൈം, 5:30 എന്നുള്ള കണക്ക് കൂട്ടിയിട്ട് നമ്മളവിടെ എത്തുക. എന്നിട്ട് നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കടക്കുന്നു. എന്നിട്ട് അവിടെ വട്ടവടയിൽ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം. എന്തായാലും സ്റ്റേ ചെയ്യേണ്ടി വരും. 6 മണിക്ക് മുമ്പ് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ സ്റ്റേ എടുക്കുമല്ലോ. അങ്ങനെ അവിടെ വട്ടവടയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം വളരെ ബഡ്ജറ്റായിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സ്റ്റേയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഏകദേശം 6 മണിക്കാണ് ചെക്ക് പോസ്റ്റ് തുറക്കുക. അങ്ങനെ 6 മണിക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം എന്നൊന്നുമില്ല. ഒരു ഏകദേശം 7 മണി 8 മണിയൊക്കെ ഇറങ്ങി അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. നല്ല കിടിലം പൊറോട്ട അവിടെ നിന്ന് കിട്ടും. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നേരെ വരുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലേക്ക് വരുമ്പോൾ ആ വരുന്ന വരവിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കാത്ത എക്കോ പോയിന്റ്, പിന്നെ അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടത്ര സമയം കിട്ടും ചെലവഴിക്കാനായിട്ട്. പരമാവധി നമ്മൾ നേരത്തെ ഇറങ്ങാനായിട്ട് നോക്കുക. ഏകദേശം ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും മൂന്നാർ ഒരു 12 മണി 1 മണിയോടുകൂടി എത്തും. എന്നിട്ട് നമ്മൾ മൂന്നാറിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ള റോഡ്. അത് നേരെ ചെല്ലുന്നത് മാങ്കുളത്തേക്കാണ്. ഇതിൽ നമുക്ക് 2 സ്റ്റേ വരും. അതായത് ഒന്ന് വട്ടവടയിൽ സ്റ്റേ ചെയ്തു, പിന്നെ ഇനി നേരെ പോകുന്ന ആനക്കുളത്ത് സ്റ്റേ ചെയ്യാനായിട്ടാണ്. അതും നമ്മൾ ആനക്കുളത്ത് ആനകൾ വരുന്ന ആ ഒരു കുളം ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വീടുണ്ട്. അവിടെ നല്ല കിടിലൻ ബഡ്ജറ്റ് സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കാര്യമായിട്ട് പറയാം. വളരെ പതുക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അത്യാവശ്യം സ്പീഡൊക്കെ എടുത്ത് എല്ലാം ഓടിച്ചോടിച്ച് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റേയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം ഞങ്ങൾ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആനക്കുളത്ത് പോകുന്നു. ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ അവിടെ തീർക്കുന്നു, ഒന്ന് നന്നായിട്ട് ഉറങ്ങുന്നു. പിന്നെ നമുക്ക് ആനക്കുളത്ത് ആന വന്നോന്ന് അറിയാനായിട്ട് ടെലിഗ്രാമിൽ തന്നെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. അതിൽ നമ്മൾ ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാൽ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. ആ ഒരു ചാറ്റ് ബോട്ട് മുഖേന നമുക്ക് ആന ആ ഒരു കുളത്തിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതും ഏത് നട്ടപ്പാതിരാത്രി ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് കാണാനായിട്ട് കഴിയും. അവിടെ ഫോറസ്റ്റ് ഓഫീസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ പറയുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചാൽ മതി. ഇനിയിപ്പോൾ ആനനെ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു ദിവസം ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് പതിയെ അടുത്ത ദിവസം രാവിലെ നമുക്ക് അടിമാലി ടച്ച് ചെയ്യാണ്ട് നേരെ കോതമംഗലം പിടിച്ച് അപ്പുറത്തേക്ക്, അതായത് എറണാകുളം സൈഡിലേക്ക് പോകാനായിട്ട് കഴിയും. ഇത് ഈ ഒരു കാഴ്ച കണ്ടോ, നമ്മുടെ ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു തേയിലത്തോട്ടം മൂന്നാറിൽ വേറെ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരായാലും നോക്കി നിന്ന് പോകും. ഞങ്ങളും കുറേ നേരം നോക്കി നിന്നു. ഒരു KSRTC ബസ് ആ ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് റെഡ് കളറ് നല്ല കിടിലൻ കാഴ്ചയായിരിക്കും. ചില റീൽസിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവധി ദിനമൊന്നുമല്ല. അവധി ദിനം അല്ല എന്നുണ്ടെങ്കിൽ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ഒരു വഴി ബസ്സൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പെട്രോൾ ചെലവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഏകദേശം പെട്രോളിന് മാത്രം ചിലവായത് 800 രൂപ മാത്രമാണ്. അതായത് ആലുവയിൽ നിന്ന് നേരെ മാമലക്കണ്ടം വഴിയാണ് കേട്ടോ. സാധാ റോഡല്ല, കുന്നും മലയും കയറിയിട്ടുള്ള റോഡാണ് നമ്മുടെ ഈ ഒരു മാമലക്കണ്ടം വഴി വരുന്ന റോഡ്. അത് കയറി മൂന്നാറെത്തി അവിടെ നിന്ന് വട്ടവട പോയി വട്ടവടയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന വരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എക്സ്പൾസ് ആയതുകൊണ്ട് അത്യാവശ്യം 50ൻ്റെ മുകളിലേക്ക് മൈലേജ് ഉണ്ട്. പിന്നെ ഈ ഒരു കാട് മല കയറുമ്പോൾ ആ ഒരു മൈലേജ് ഒന്നും കിട്ടണമെന്നില്ല. ഹൈവേ വഴിയൊക്കെ പോകുമ്പോഴാണ് അങ്ങനെ കിട്ടാനുള്ള ചാൻസ്. എന്നാലും അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതുവരെ ആ വഴി പോയിട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടങ്ങളൊന്നും കണ്ടിട്ടില്ല. മഴ ആയതുകൊണ്ട് പല സ്ഥലങ്ങളും ഇപ്പൊ വെള്ളച്ചാട്ടം പോലെ ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ട്രാവൽ പാർട്ണറായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ ചെലവ് കുറയും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ എനിക്ക് കിട്ടിയ പാർട്ണർ എന്ന് പറയുന്നത് അഷ്കറാണ്. ഇപ്പം പെട്രോളിന് 800 രൂപ ചിലവ് വന്നു. പക്ഷേ 400 രൂപയെ ശരിക്കും എനിക്കായിട്ടുള്ളൂ. അവനും 400 എടുത്തു, ഞാനും 400 എടുത്തു. പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകളും എല്ലാം കൊണ്ടും മെച്ചം. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം വരാനായിട്ട്. മൂന്നാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു തണുപ്പൊക്കെ ഏകദേശം ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളി കാലാവസ്ഥ, വെയിലും ഇല്ല മഴയും ഇല്ല. പോകുന്ന വഴിയിൽ ഒരുപാട് മലകൾ കാണുന്നുണ്ട്. അതിനൊക്കെ നടുവിലായിട്ട് കോട ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുമ്പോൾ കുട്ടമ്പുഴ എത്തുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. മലകൾക്ക് മുകളിലായിട്ട് കോട. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇടുക്കി ജില്ലയിൽ
വട്ടവടയിൽ ദേ ഇപ്പം മിക്ക റോഡുകളും നല്ല കിടിലൻ റോഡാണ് ട്ടാ. ഇനി മോശം റോഡുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ പോയതിൽ അത്യാവശ്യം മോശപ്പെട്ട റോഡെന്ന് പറയാനായിട്ട് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇച്ചിരി മോശമായിട്ടുള്ളൂ. ബാക്കിയുള്ള റോഡുകളൊക്കെ അടിപൊളിയായിരുന്നു. വട്ടവടയിലേക്ക് നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന റോഡൊക്കെ പണ്ട് പോകുമ്പോൾ അത്യാവശ്യം ഗട്ടറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ നല്ല ടിപ്പ് ടോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മളൊരു പാലത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നോക്കി എന്ത് ഭംഗിയാണെന്ന്. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊടിമഴ പെയ്യാനായിട്ട് ആരംഭിച്ചു. ഞങ്ങൾ എവിടെ പോയാലും മഴ തന്നെയാണ്. അങ്ങനെ നേരെ ആനക്കുളം ലക്ഷ്യമാക്കി ഇപ്പം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ആനക്കുളം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, സ്റ്റേ എങ്ങനെയാണ്, ഭക്ഷണം എവിടെ നിന്ന് കഴിക്കണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.